ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോണത് കർണാടക സ്റ്റൈൽ പത്രോട കെസുവിന ഇല, കെസുവിന സൊപ്പ് എന്നൊക്കെ പറയുന്ന പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന് മലയാളത്തിൽ പറയുന്ന പേര് ചേമ്പില പലഹാരം അല്ലെങ്കിൽ ചേമ്പില റെസിപ്പി അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ചേമ്പില വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞങ്ങൾക്ക് അരിയൊന്ന് അരച്ചെടുക്കാം. ഇവിടെ 2 ഗ്ലാസ് പുഴുങ്ങലരിയും 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച അരിയാണിത്. ഒരു മിനിമം 5 hours എങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക. പുഴുങ്ങലരി മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അത് പുഴുങ്ങലരി മാത്രം എടുക്കുക, പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ പച്ചരി മാത്രം എടുക്കുക. ഞാനിവിടെ 2 അരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾക്ക് അരച്ചെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അരക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അരിയും 1.5 കപ്പ് തേങ്ങ, ചെറിയ 1 സവോള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 4-5 ചെറിയ ഉള്ളി എടുക്കാം. വലിയ സവാള ആണെങ്കിൽ പകുതി എടുക്കാം. പിന്നെ വലിയ ജീരകം 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കാം. അരി അരച്ച് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇലകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരക്കുന്നുണ്ടെങ്കിൽ മിക്സി ജാറിൽ അരച്ചെടുക്കാം. ഇതാണ് ചേമ്പില എന്ന് പറയുന്നത്. ഇത് മരത്തിലാണ് ഉണ്ടാവുന്നത്. നിലത്തും ഉണ്ടാവും, മരത്തിലും ഉണ്ടാവും. പക്ഷെ മരത്തിൽ ചേമ്പില എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല മഴക്കാലത്താണ് ഇത് എടുത്ത് ഉപയോഗിക്കുന്നത്. അല്ലാത്ത സമയത്ത് ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. പക്ഷെ മഴ വരുന്ന സമയത്താണ് ഞങ്ങൾ എടുക്കുകയാണ് ഇത് കൂടുതലായിട്ട്. അപ്പോൾ ഇതെങ്ങനെ നന്നാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റ് പർപ്പിൾ കളറായിട്ടിരിക്കും. അതാണ് ശരിക്കും മരത്തിലുണ്ടാകുന്ന മരച്ചേമ്പിൻ്റെ ഇല. കണ്ടില്ലേ, ഇതുപോലെ ലൈറ്റ് പർപ്പിൾ കളറായിരിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡ് ഈ വരുന്ന തണ്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയ ഇലയായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. വലിയ ഇലയുടെ ഒക്കെ ആണെങ്കിൽ ഈ തണ്ടുകളും ഈ നാരൊക്കെ മുറിച്ചെടുക്കണം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ മുറിച്ചെടുക്കാം. ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ ഈ നാരിങ്ങോട്ട് പോന്നോളും. ഇത് 2-3 ടൈപ്പായിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. പരമാവധി ഇല എടുക്കുന്ന സമയത്ത് ചെറിയ ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂക്കാത്ത ഇല ഉണ്ടാവില്ലേ, അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ 10-18 ഇല എടുത്തിട്ടുണ്ട്. എല്ലാം ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിനെ ഇനി ഞങ്ങൾക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിഞ്ഞെടുക്കാം. ഇത് അരിയാനായിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നിനി അരിഞ്ഞെടുക്കാം. ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞു കൊടുക്കുക. കട്ടി കുറഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അരി ആയിട്ടുണ്ട് അരച്ചത്. നല്ല ഫൈനായിട്ട് അരയണമെന്നില്ല. ചെറിയൊരു തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ പത്തലൊക്കെ ഉണ്ടാക്കുമ്പോൾ അരക്കില്ലേ, അതുപോലെ അരച്ചെടുത്താൽ മതി. കല്ലുമ്മക്കായൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സാധാ ഒരു പ്ലേറ്റിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി. ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അടിയിലുള്ള ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കിന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞങ്ങൾക്ക് മാവ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം,
1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, ഇടി മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇടി മല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി എടുക്കാം. 5 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ഉലുവ. ഇതൊന്ന് വറുത്തെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്യാം. തേങ്ങ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് മൂക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വാടിയെടുത്താൽ മതിയാവും. ഇനി ചൂടാറി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ചൂടാറിയിട്ട് ഇതുപോലെ ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞങ്ങൾക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. പുളി നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. പുളിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ഈ വലുപ്പത്തിലുള്ളൊരു പുളി എടുത്തിട്ടുണ്ട്. ഏത് പുളി വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ കോൽപ്പുളി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ആദ്യം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഉരുളി എടുത്തിട്ടുണ്ട്. ആ ഉരുളിയിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ജാറൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഞങ്ങൾ മാവ് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഇല ഇതേപോലെ തന്നെ ഈ കൂട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാവ് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത്. ഈ തേങ്ങ അരച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇലയുടെ ബാക്ക് സൈഡിൽ നന്നായി തേച്ചിട്ട് ഒരു 4-5 ഇല വെച്ചിട്ട് റോളായിട്ട് വേവിച്ചെടുക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അടുത്തായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസും കൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ വെള്ളം ഒഴിച്ചത്. 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെന്തിട്ടുണ്ടോ നോക്കാം. മാവ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിന് ഞങ്ങൾക്ക് എടുക്കാം. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. മസാല അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ഇതൊന്ന് വേവട്ടെ. ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് ഇരിക്കട്ടെ ഗ്രേവി, ഇത്രയും തിക്നെസ് വേണം. ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 6 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പൊടിച്ചിട്ടുണ്ട്. ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുത്തിട്ട് മസാലയിലിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എങ്ങനെ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം. ഇതുപോലെ ജസ്റ്റ് ഒന്നും കൂടി ഉടച്ചെടുക്കുക. ഇത് കുഞ്ഞു പീസസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഗ്രേവി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വേവാനായിട്ട് 8 to 10 മിനിറ്റ്സ് ഒക്കെ മതിയാവും. അപ്പോൾ ഇനി ഇതിലോട്ട് ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞങ്ങളിവിടെ കർണാടക സ്റ്റൈൽ പത്രോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് വേണമെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് അങ്ങനെ പൊട്ടിച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല. കർണാടക സ്റ്റൈൽ പത്രോട, കെസുവിന ഇല, കെസുവിന സൊപ്പു, അങ്ങനെ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്.
അപ്പോൾ ഇത് ചെയ്യുന്നതും പല രീതിയിലാണ്. അപ്പം ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വേറൊരു മെത്തേഡ് ഉണ്ട്, ഞാനത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു വർഷത്തിലെങ്കിലും ഇത് ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് മഴക്കാലത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോസായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.